ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സാംസങ് A73 ഫോണിൽ 1UI 6.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സാംസങ് ഉപയോഗിക്കുന്ന ആളുകൾ, സാംസങ്ങിൻ്റെ A73 മോഡൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ A73 ആ ഒരു റേഞ്ചിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ എന്തൊക്കെ ഫീച്ചറുകളാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ A73 ആണ് വരുന്നത് മോഡൽ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഞാൻ കാണിച്ചു തരാം. 1UI 6.1 ആണ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14 അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് ഞാനത് കാണിച്ചു തരാം. അതിൽ ഇവിടെ ആദ്യത്തെ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ ബാറ്ററി പ്രൊട്ടക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിലേക്ക് പോവുക. ഇവിടെ ബാറ്ററി എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ബാറ്ററി പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതാണ് പുതിയതായിട്ട് വന്ന ഓപ്ഷൻ. ഇത് നമുക്ക് ഡീഫോൾട്ടായിട്ട് നിങ്ങൾ ഓൺ നോക്കുന്ന സമയത്ത് ഇത് ഓഫായിട്ടായിരിക്കും കിടക്കുക. നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കാണിക്കും: ബേസിക്, അഡാപ്റ്റീവ്, അതുപോലെ തന്നെ മാക്സിമം. ഈ ബേസിക്കിനകത്ത് വരുന്നത് 100% നമ്മൾ ചാർജ് കുത്തിയിട്ടിരിക്കുക. നമ്മൾ എടുക്കാൻ വിട്ടുപോയാലും 95% വരെ വീണ്ടും ചാർജ് കയറില്ല. 95% കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ചാർജ് കയറാൻ തുടങ്ങും. അത് 100%ലേക്കാവും. ഈ അഡാപ്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂസിനനുസരിച്ച് ബാറ്ററി പ്രവർത്തിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ബാറ്ററി മാക്സിമം സേവ് ചെയ്ത് പ്രവർത്തിക്കും. ഇതുപോലെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മൂന്നാമത്തെ മാക്സിമം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വരുന്നത് യുവർ ബാറ്ററി വിൽ സ്റ്റോപ്പ് ചാർജിങ് റീച്ചസ്, അതായത് 80% ചാർജ് എത്തുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ കുത്തിയിടുന്നു ചാർജ് ചെയ്യുന്ന സമയത്ത് 80% ആകുമ്പോൾ അത് കട്ട് ഓഫ് ആകും. അപ്പം അത് ബാറ്ററി പ്രൊട്ടക്ഷനാണ്. ഈ ഒരു 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ്, നിങ്ങളിപ്പോൾ ഒരുപാട് നേരം ചാർജൊക്കെ കുത്തിയിടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ചാർജ് കുത്തിയിട്ടിട്ട് മറന്നു പോകുന്നൊക്കെ ആളാണെങ്കിൽ ഈ മാക്സിമം എന്നുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങളത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബാറ്ററിയുടെ ഭാഗത്ത് വന്ന ആദ്യത്തെ ഒരു മാറ്റം. ഇനി നമുക്ക് അടുത്ത എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അടുത്ത 1UI 6.1 അപ്ഡേറ്റിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ ക്ലോക്കിൻ്റെ ഭാഗത്താണ്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ക്ലോക്കിൻ്റെ ഇതെടുക്കുക. ക്ലോക്കിൻ്റെ ഇതെടുക്കുക, സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ അലാറമൊക്കെ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അലാറം സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ക്ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ അലാറം, സ്റ്റോപ്പ് വാച്ച്, ടൈമറൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഈ അലാറത്തിൻ്റെ ഭാഗത്താണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ അലാറത്തിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അലാറം സെറ്റ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് വരിക. ഇവിടെ നിങ്ങൾ താഴെ കാണാൻ സാധിക്കും അലാറം ബാക്ക്ഗ്രൗണ്ട്. ഇത് അലാറം ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അലാറം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് അലാറം ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. അതുപോലെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അലാറം ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ള പെർമിഷൻ നമുക്ക് അലോ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് അലാറത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു പെർമിഷനൊക്കെ അലോ ചെയ്തിട്ടില്ലെങ്കിൽ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോ എടുത്തുകൊണ്ട് അലാറത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാവുന്ന പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലാറത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്ലോക്കിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ ഈ ക്ലോക്കിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിലിപ്പം 3 ടൈപ്പിലുള്ള മാറ്റമാണ് ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഡൺ കൊടുത്താൽ ആ ഒരു തീം ഇവിടെ സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യാം. അതുപോലെ അപ്പോൾ നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഗാലറിയുടെ ഭാഗത്താണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ ഒരു ഫോട്ടോ നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഇവിടെ സേവ് സ്റ്റിക്കർ ഉണ്ട്, സേവ് ഇമേജ് ഉണ്ട്, ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്ര ഓപ്ഷനാണ് ഇതിനകത്ത് നിലവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫോട്ടോയിൽ നമുക്കത് ടാപ്പ് ചെയ്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ നമുക്കിങ്ങനെ സേവ് ചെയ്ത് വെക്കാം. കണ്ടോ, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും ചെയ്യാം. ഇപ്പം ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യുന്ന ഫോട്ടോ നമ്മൾ ഇങ്ങനെ നീക്കി അടുത്തുള്ള ഇമേജിൽ കൊണ്ടുവെക്കാതെ നമുക്ക് ബാക്ക് പോയിട്ട് ഗാലറിയിൽ നിന്ന് തന്നെ വേറൊരു ഇമേജിലും അത് കൊണ്ടുവെക്കാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുന്നു, അതിങ്ങനെ കോപ്പി ആവുന്നു. ശേഷം നമ്മൾ ബാക്ക് പോയിട്ട് ഇവിടുന്ന് ഇഷ്ടമുള്ള ഒരു ഗാലറിയിലുള്ള ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ശേഷം കണ്ടോ, ഇവിടെ അത് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ അത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഗാലറിയിൽ നിന്ന് ബാക്ക് പോയാലും നമുക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്ത് നമുക്ക്
ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ലോക്ക് സ്ക്രീനിൻ്റെ ഭാഗത്താണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ലോക്ക് സ്ക്രീൻ എടുക്കാനായിട്ട് ഇതിൽ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുന്നു. ഈ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഇതിൽ പോകുന്നു. ഇതാണ് ലോക്ക് സ്ക്രീൻ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ഒരുപാട് കുറച്ചൊക്കെ സംഭവങ്ങൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം. അത് നിങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ ഇത് വാൾപേപ്പറിനനുസരിച്ച് ഓട്ടോമാറ്റിക് ഇതിൻ്റെ കളർ മാറുന്ന സംഭവമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഇടുക. ഇതുപോലെ ഇതിൻ്റെ ഫോണ്ട് ഇതിനെ മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്ത് ഫോണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇടുന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇടുക. ഞാൻ ജസ്റ്റ് ഒരു കളർ ഇവിടെ കൊടുക്കുന്നു. പിന്നെ വരുന്നത് ഇവിടെ വിഡ്ജറ്റാണ്. ഇവിടെ വിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്, കലണ്ടറുണ്ട്, ക്ലോക്ക് ഉണ്ട്, റിമൈൻഡർ ഉണ്ട്, വെതർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതിൽ നമുക്ക് റിമൈൻഡർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ അതുപോലെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഇവിടെ അത് നേരത്തെ ഉള്ള ഓപ്ഷൻ തന്നെയാണ്. അത് നമുക്ക് ഇവിടുന്ന് മാറ്റിയിടാനുള്ള ഓപ്ഷനുണ്ട്. ഇത് നേരത്തെ ഉള്ളത് തന്നെയാണ്. പിന്നുള്ളത് അഡീഷണൽ ഒരു സംഭവം വന്നിരിക്കുന്നത് ഇവിടെ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഇട്ടേക്കുന്ന വാൾപേപ്പറിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇവിടെ വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം തന്നെ വേറെ കളർ വരും. ആ കളർ ഇവിടുന്ന് മാറ്റണമെങ്കിൽ ഇവിടുന്ന് ഈ കളർ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് വാൾപേപ്പറിലൊരു ഫോട്ടോ, ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഫോട്ടോ ഇട്ടേക്കുവാണെങ്കിൽ നമ്മുടെ മുഖം വ്യക്തമാകുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ പല ഡിസൈനിൽ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇത്രയും ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. കുറേ ഓപ്ഷൻ ഇങ്ങോട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ കളർ മാറ്റണമെങ്കിൽ ഇതിന് കളർ ഫ്രെയിം സെറ്റ് ചെയ്ത് പിന്നെ ഇവിടുന്ന് കളർ മാറ്റണമെങ്കിൽ ഇവിടുന്ന് കളർ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യണമെങ്കിൽ ഇവിടെ എറേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം. ശേഷം ഇവിടെ വന്നിട്ട് എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എഫക്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ ആ എഫക്റ്റിനനുസരിച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാനിവിടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ബാക്കിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങളാണ് ലോക്ക് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ടോർച്ച് ഉണ്ട്, ഇവിടെ ക്യാമറയുണ്ട്. അത് ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ടോർച്ച് മാറ്റി വേറെ ഏതെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ട്. ഇത് സെറ്റ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കളഞ്ഞു പോവുകയാണെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് അതായത് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ വീട്ടിലുള്ള ആരുടെയും ഫോൺ നമ്പർ കൊടുക്കണം. അത്തരത്തിൽ ഫോൺ നമ്പറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ ലോക്ക് സ്ക്രീൻ വന്നിട്ടുള്ള ഇത്രയും മാറ്റങ്ങളാണുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണം. ഇത്രയും മാറ്റങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറയാത്ത എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ഇതുപോലുള്ള ടെക്നോളജിപരമായ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.